ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുനമ്പം വിഷയം കേസ് പരിഗണിക്കുന്നത് അടുത്ത മാസം 6ലേക്ക് മാറ്റി വഖഫ് ട്രൈബ്യൂണൽ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അറസ്റ്റ് വാറന്റ് അപലപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഭരണഘടനാ വിരുദ്ധ പ്രസംഗം, സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് CPM. US ബ്രിട്ടീഷ് മിസൈലുകൾക്ക് മറുപടി, യുക്രൈന് നേരെ ഭൂഖണ്ഡാന്തര മിസൈലുകൾ പ്രയോഗിച്ച് റഷ്യ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അന്വേഷണം തടയുവാൻ ശ്രമമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ സുപ്രീം കോടതിയിൽ. വാർത്തകൾ വിശദമായി. മുനമ്പം ഭൂമി കേസ് പരിഗണിക്കുന്നത് വഖഫ് ട്രൈബ്യൂണൽ അടുത്ത മാസം 6ലേക്ക് മാറ്റി. മുനമ്പം ഭൂമി വഖഫ് ഭൂമിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വഖഫ് ബോർഡ് ഉത്തരവ് ചോദ്യം ചെയ്ത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയ ഹർജിയാണ് ട്രൈബ്യൂണൽ മാറ്റിവെച്ചത്. കേസിൽ കക്ഷി ചേരാനായി ഭൂമി കൈമാറ്റം ചെയ്ത സിദ്ദിഖ് സേഠിന്റെ കുടുംബവും വഖഫ് സംരക്ഷണ സമിതിയും ട്രൈബ്യൂണലിൽ എത്തിയിരുന്നു. ഇരുവരും കേസിൽ കക്ഷി ചേരും. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്നുള്ളതാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ വാദം. 2019 മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് വിജ്ഞാപനം ചെയ്തുകൊണ്ടുള്ള വഖഫ് ബോർഡിന്റെ വിധി, ഭൂമിയിൽ നികുതി പിരിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള തീരുമാനം എന്നീ 2 ഉത്തരവുകളും പിൻവലിക്കണമെന്നാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ ഹർജികൾ. കൈമാറിയത് വഖഫ് ഭൂമിയാണെന്നാണ് സിദ്ദിഖ് സേഠിന്റെ കുടുംബത്തിന്റെ വാദം. വഖഫ് ഭൂമിയാണെന്ന് തെളിയിക്കുന്നതിന്റെ രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കുമെന്ന് വഖഫ് സംരക്ഷണ സമിതിയും അറിയിച്ചു. മുനമ്പത്തെ വിവാദ ഭൂമി ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വിൽപ്പന നടത്തിയതെന്ന് കണ്ടെത്തി 2019 വഖഫ് ഭൂമിയാണെന്ന് വ്യക്തമാക്കി വഖഫ് രജിസ്റ്ററിൽ ചേർത്തിരുന്നു. സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇക്കാര്യം രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ 2 തീരുമാനങ്ങളും ചോദ്യം ചെയ്താണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. അതിനിടെ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ മാധ്യമങ്ങൾക്ക് വിലക്ക്. മുനമ്പം കേസിലെ കോടതി നടപടികൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലെന്ന് ജഡ്ജി രാജൻ തട്ടിൽ വ്യക്തമാക്കി. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിലെ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് CPM. ധാർമ്മികത മുൻനിർത്തി ഒരിക്കൽ രാജിവെച്ചതാണെന്ന് പാർട്ടി വിലയിരുത്തി. ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. പ്രതിപക്ഷം സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെടുന്നതിനിടെയാണ് മന്ത്രിക്ക് പാർട്ടി പിന്തുണ നൽകിയിരിക്കുന്നത്. തന്റെ ഭാഗം കേൾക്കാതെയാണ് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചതെന്ന സജി ചെറിയാന്റെ നിലപാടിനൊപ്പമാണ് പാർട്ടിയെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. പരാതിയിൽ പറയുന്ന ആൾ മന്ത്രിയായതുകൊണ്ട് വിശ്വസ്തനായ ആൾ അന്വേഷിക്കണമെന്ന് കോടതി തന്നെ പറയുന്നുണ്ട്. CBI അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്നാണ് കോടതി പറഞ്ഞത്. കേരളത്തിലെ പോലീസ് സംവിധാനത്തിലുള്ള വിശ്വാസമാണ് കോടതി പ്രകടിപ്പിച്ചത്. തന്റെ ഭാഗം കേൾക്കണമെന്ന സജി ചെറിയാന്റെ വാദം അദ്ദേഹത്തിന്റെ അവകാശത്തിന്റെ ഭാഗമാണെന്നും P. രാജീവ് സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പറഞ്ഞു. മല്ലപ്പള്ളി പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാനെ വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. ഭരണഘടനയെ ആക്ഷേപിച്ച് പ്രസംഗിച്ചെന്ന കേസിൽ സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയ പോലീസ് റിപ്പോർട്ട് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു. സംസ്ഥാന ക്രൈംബ്രാഞ്ചിലെ മിടുമിടുക്കനായ ഉദ്യോഗസ്ഥനെ കൊണ്ട് DGPയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നാണ് നിർദ്ദേശം. സംസ്ഥാന പോലീസ് അന്വേഷണം അപൂർണമാണ്. അത് ശരിയായ വിധത്തിലുള്ളതായിരുന്നില്ല. വസ്തുതകളുടെ കൃത്യവും ശാസ്ത്രീയവുമായ പരിശോധന നടന്നില്ല. കേസ് അവസാനിപ്പിച്ചത് വേഗത്തിലായിപ്പോയി. പ്രസംഗത്തിന്റെ ഫോറൻസിക് റിപ്പോർട്ട് വരും മുമ്പേ അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസ് അവസാനിപ്പിച്ച് റിപ്പോർട്ട് നൽകിയത് ഒട്ടും ശരിയായില്ല. പ്രസംഗത്തിന്റെ ദൃശ്യവും ശബ്ദ സാമ്പിളുകളുടെ ശരിയായ പരിശോധനയും റിപ്പോർട്ടിന്റെ ഭാഗമായില്ല. സാക്ഷിമൊഴികൾ പോലും കൃത്യമായി രേഖപ്പെടുത്തിയില്ല. പ്രസംഗം കേട്ട മാധ്യമപ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്താൻ പോലും പോലീസ് തയ്യാറായില്ല. വസ്തുതകൾ പരിശോധിക്കാതെയുള്ള അന്വേഷണമാണ് നടന്നത്. ഈ റിപ്പോർട്ട് അതേപടി സ്വീകരിച്ച തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടിയും ഉചിതമായില്ലെന്നും കോടതി നിരീക്ഷിച്ചു. റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് കൂടി റദ്ദാക്കിക്കൊണ്ടാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിനോട് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചത്. വയനാട് ദുരന്തത്തിൽ സത്യവാങ്മൂലവുമായി കേന്ദ്ര സർക്കാർ. നവംബർ 13-നാണ് സംസ്ഥാന സർക്കാർ വിശദമായ റിപ്പോർട്ട് നൽകിയത്. 2219 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ റിപ്പോർട്ട് പരിഗണനയിലാണെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. രക്ഷാപ്രവർത്തനത്തിനെത്തിയ വ്യോമസേനയുടെ ബിൽ പ്രകാരമുള്ള തുക നൽകാൻ തീരുമാനിച്ചുവെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. വയനാട് ദുരന്തത്തിന്റെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് റിപ്പോർട്ട് ഈ മാസം 13-നാണ് സംസ്ഥാന സർക്കാർ സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിലാണ് 2219 കോടി രൂപ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദുരന്തത്തിന് ശേഷമുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഈ തുക ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ആവശ്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്നും ഇക്കാര്യത്തിൽ ചട്ടങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുമെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു.
ഇതിനൊപ്പം കേന്ദ്ര സർക്കാർ സംഘം ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചതിനെ തുടർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനങ്ങളും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. വ്യോമസേന വിമാനങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തിരുന്നു. ഇതിൽ സേന നൽകിയ ബിൽ സെറ്റിൽ ചെയ്യും. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ വലിയ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചിരുന്നു. അതിനുവേണ്ടി വന്ന ചിലവും കൊടുക്കാനായി തീരുമാനിച്ചു. ഈ 3 കാര്യങ്ങൾക്ക് ഫണ്ട് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചുവെന്നും സത്യവാങ്മൂലത്തിലുണ്ട്. സംസ്ഥാന സർക്കാർ താൽക്കാലികമായി 214 കോടി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് എന്ന് നൽകുമെന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നില്ല. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട തുകയിൽ 1 രൂപ പോലും നൽകിയിട്ടില്ലെന്നാണ് സത്യവാങ്മൂലം പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തുന്ന അന്വേഷണത്തെ തടസ്സപ്പെടുത്തുവാൻ ശ്രമമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ. അന്വേഷണം നടത്തുവാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജി ഇതിന്റെ ഭാഗമാണെന്നും കമ്മീഷൻ ആരോപിച്ചു. സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിലാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയത്. ഹേമ കമ്മിറ്റിക്ക് റിപ്പോർട്ടിൽ ഇരകളുടെയും പ്രതികളുടെയും സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടത്തേണ്ടതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ വകുപ്പുകൾ പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളിലെ അന്വേഷണം ഇരകളുടെയും പ്രതികളുടെയും സ്വകാര്യത ലംഘിക്കുന്നതല്ലെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. അന്വേഷണത്തിനെതിരെ സജിമോൻ പാറയിലിനെ സുപ്രീം കോടതിയെ സമീപിക്കാൻ നിയമപരമായ അവകാശമില്ലെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ അന്വേഷണം എങ്ങനെയാണ് സജിമോൻ പാറയലിനെ ബാധിക്കുന്നതെന്ന് അദ്ദേഹം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിട്ടില്ല. വസ്തുതകൾ തെറ്റായി വിശദീകരിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവിനായി സജിമോൻ ശ്രമിക്കുന്നുവെന്നാണ് കമ്മീഷന്റെ ആരോപണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഉന്നയിച്ച ആവശ്യമല്ല സജിമോൻ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചതെന്നും വനിതാ കമ്മീഷന്റെ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത 18 കേസുകളിൽ പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം നടക്കുന്നുവെന്ന് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. മറ്റ് 8 കേസുകളിലെ പ്രതികളുടെ പേര് FIRൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ 40 സംഭവങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുവാനാണ് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചത്. സംസ്ഥാന പോലീസ് മേധാവി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ 26 കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസുമായി മുന്നോട്ടു പോകാൻ ഇരകൾക്ക് താൽപ്പര്യമില്ലെങ്കിലും കുറ്റവാളികളെ വെറുതെ വിടാനാകില്ലെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ഡയറക്ടർ ഷാജി സുഗുണൻ സുപ്രീം കോടതിയിൽ അന്വേഷണത്തെ പിന്തുണച്ച് സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. അഭിഭാഷക കാമാക്ഷി എസ് മെഹ്വാൾ മുഖേനയാണ് സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. ഗാസയിലെ യുദ്ധക്കുറ്റത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നടപടിയെ അപലപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. നെതന്യാഹു അടക്കമുള്ള ഇസ്രായേൽ അധികാരികൾക്കെതിരായ നടപടി അതിൽ കടന്നതാണെന്ന് ബൈഡൻ പ്രതികരിച്ചു. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കെതിരായ ഭീഷണികൾക്കെതിരെ എപ്പോഴും കൂടെയുണ്ടാകുമെന്നും ബൈഡൻ പറഞ്ഞു. അറസ്റ്റ് വാറന്റിനെ തള്ളിക്കളയുന്നുവെന്ന് വൈറ്റ് ഹൌസും കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയിരുന്നു. എന്നാൽ ഹമാസ് സൈനിക മേധാവി മുഹമ്മദ് ദെയ്ഫിനെതിരെ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റിനെ പ്രസ്താവനയിൽ പരാമർശിച്ചിട്ടില്ല. അറസ്റ്റ് വാറന്റ് നൽകാനുള്ള പ്രോസിക്യൂട്ടറിന്റെ തിരക്കിനെ ഞങ്ങൾ അപലപിക്കുന്നു. ഇതിലേക്ക് നയിച്ച പ്രക്രിയകളിലെ പിശകുകളെയും ആശങ്കയോടെ കാണുന്നു. ഇക്കാര്യത്തിൽ ICCക്ക് അധികാരമില്ലെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ടെന്ന് ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് പറഞ്ഞു. ഇസ്രായേലിനെതിരെയുള്ള ICCയുടെ ആരോപണങ്ങളിൽ വിശ്വാസ്യതയില്ലെന്നും മൈക്ക് എക്സിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസമാണ് നെതന്യാഹു, മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, അഹമ്മദ് ദെയ്ഫ് എന്നിവർക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. 2023 ഒക്ടോബർ 8-നും 2024 മെയ് 20-നും ഇടയിൽ ഗാസയിൽ വലിയ അതിക്രമത്തിനാണ് നെതന്യാഹു നേതൃത്വം നൽകിയതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ കണക്കിലെടുത്താണ് നെതന്യാഹുവിനും ഗാലന്റിനുമെതിരായ നടപടിയെന്ന് കോടതി പ്രസ്താവനയിൽ അറിയിച്ചു. കോടതിയുടെ അധികാരപരിധിയിൽ പലസ്തീൻ വരുന്നതാണെന്നും അതിനാൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയാണെന്നും കോടതി വ്യക്തമാക്കി. കോടതിയുടെ ഭാഗമായ 120-ലധികം രാജ്യങ്ങളിൽ എവിടെയെങ്കിലും നെതന്യാഹുവും യോവ് ഗാലന്റും പ്രവേശിച്ചാൽ അറസ്റ്റ് നടപടിയുണ്ടാകും. ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിലാണ് ദെയ്ഫിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ആത്മകഥാ വിവാദത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കണ്ണൂർ കീച്ചേരിയിലെ ജയരാജന്റെ വീട്ടിൽ വെച്ചാണ് മൊഴിയെടുത്തത്.
പുസ്തക വിവാദം വിശദമായി അന്വേഷിക്കുന്നതിനായാണ് മൊഴിയെടുക്കുന്നത്. EP ജയരാജന്റേതെന്ന പേരിൽ ആത്മകഥ പുറത്തുവന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ജയരാജൻ നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങിയതായി കോട്ടയം SP ഷാഹുൽ ഹമീദ് വ്യക്തമാക്കിയിരുന്നു. വിവാദവുമായി ബന്ധപ്പെട്ട് DC ബുക്സ് ഉടമ രവി DCയുടെ മൊഴി രേഖപ്പെടുത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതുമായി EP ജയരാജനും DC ബുക്സും തമ്മിൽ കരാറുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കും. ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള കരാറിനെ സംബന്ധിച്ച് DC ബുക്സിലെ 2 ജീവനക്കാരുടെ മൊഴി ഇതിനോടകം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തങ്ങൾക്കറിയില്ലെന്ന മൊഴിയാണ് ഈ ജീവനക്കാർ നൽകിയതെന്നാണ് വിവരം. രവി DCയിൽ നിന്ന് ഇതു സംബന്ധിച്ച കൂടുതൽ വിശദീകരണം തേടാനാണ് പോലീസിന്റെ തീരുമാനം. പുസ്തകത്തിന്റെ 178 പേജുകളുടെ PDF ഏതു വിധത്തിലാണ് പുറത്തുപോയതെന്നതാണ് EP ജയരാജൻ പ്രധാനമായും മുന്നോട്ട് വെച്ചിരിക്കുന്ന ചോദ്യം. അതിൽ ഗൂഢാലോചന നടന്നതായി സംശയിക്കുന്നതായും EP ജയരാജൻ പ്രതികരിച്ചിരുന്നു. PDF ചോർന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തും. മാധ്യമപ്രവർത്തകരിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത്. PDF ആർക്കൊക്കെ എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളത് കണ്ടെത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. ആത്മകഥാ ബോംബ് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നും EPയെ വിശ്വസിക്കുന്നുവെന്നുമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിലാണ് സർക്കാരിനെയും CPMനെയും പ്രതിസന്ധിയിലാക്കി പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരിലുള്ള പുസ്തകഭാഗങ്ങൾ പുറത്തുവന്നത്. 2ാം പിണറായി സർക്കാർ ദുർബലമാണെന്നുവരെ പുസ്തകത്തിൽ പരാമർശമുണ്ടായിരുന്നു. ആത്മകഥാ ചോർച്ചയിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ച ജയരാജൻ അന്വേഷണം ആവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകി. പുസ്തകത്തിന്റെ പ്രചാരണാർത്ഥം ഇറക്കിയ എല്ലാ സമൂഹമാധ്യമ പോസ്റ്റുകളും പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പ്രസാധകർക്ക് വക്കീൽ നോട്ടീസും അയച്ചു. ജയരാജന്റെ വിശദീകരണത്തിൽ തൃപ്തിയുണ്ടെന്നും അന്വേഷണമില്ലെന്നുമാണ് പാർട്ടി നിലപാട്. ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു രാജ്യത്തിനു നേരെ ഭൂഖണ്ഡാന്തര മിസൈൽ പ്രയോഗിച്ച റഷ്യ. യുക്രൈനിലെ നിപ്രോയിലെ കെട്ടിടങ്ങൾക്കു നേരെയാണ് റഷ്യ മിസൈൽ ആക്രമണം നടത്തിയത്. 2011 പരിഷ്കരിച്ച റുബേസ് മിസൈലാണ് പ്രയോഗിച്ചതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിപ്രോയിൽ നിന്ന് 1000 കിലോമീറ്റർ അകലെ റഷ്യയിലെ അസ്ട്രാഖൻ മേഖലയിൽ നിന്നാണ് മിസൈൽ തൊടുത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആക്രമണത്തിൽ മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നിരവധി പേർക്ക് പരിക്കേറ്റു. യുക്രൈന് നേരെ ഭൂഖണ്ഡാന്തര മിസൈൽ പ്രയോഗിച്ചത് റഷ്യ ചരിത്രത്തിലാദ്യമായാണ്. ആക്രമണം കടുപ്പിക്കുമെന്നാണ് സൂചന. 5800 കിലോമീറ്റർ ദൂരപരിധിയിലേക്ക് ആക്രമിക്കാവുന്ന ഭൂഖണ്ഡാന്തര മിസൈലാണ് റഷ്യ ഉപയോഗിച്ചത്. 60 വർഷം മുമ്പാണ് റഷ്യ ഈ മിസൈൽ വികസിപ്പിച്ചത്. പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയും യുക്രൈനെ സഹായിച്ചാൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ആണവായുധം വഹിക്കാവുന്ന മിസൈൽ തൊടുത്തത്. നിലവിൽ സാധാരണ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ തന്നെയാണ് റഷ്യ പ്രയോഗിച്ചതെങ്കിലും മുന്നറിയിപ്പെന്ന രീതിയിലാണ് റഷ്യയുടെ നീക്കമെന്നും വിലയിരുത്തുന്നു. അതേസമയം റഷ്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. റഷ്യയുടെ ആണവായുധ നയങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള നിയമത്തിൽ കഴിഞ്ഞ ദിവസമാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒപ്പുവെച്ചത്. തങ്ങൾ നൽകിയ ആയുധങ്ങൾ പ്രയോഗിക്കാൻ US യുക്രൈന് അനുമതി നൽകിയതിന് പിന്നാലെയാണ് ഭേദഗതി കൊണ്ടുവന്നത്. അതിനിടെ കഴിഞ്ഞ ദിവസമാണ് യുക്രൈൻ റഷ്യയ്ക്ക് നേരെ ബ്രിട്ടന്റെ സ്റ്റോം ഷാഡോ തൊടുത്തുവിട്ടത്. ബ്രിട്ടന്റെ കൂടെ അനുമതിയോടെയായിരുന്നു ഈ ആക്രമണമെന്നാണ് വിവരം. ഉത്തര കൊറിയൻ സൈനികരെയും റഷ്യ യുദ്ധത്തിന് വിന്യസിച്ചതോടെ റഷ്യ യുക്രൈൻ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് ഉയർന്നിരുന്നു. ഇതോടെയാണ് യുക്രൈൻ NATO രാജ്യങ്ങളുടെയും സഹായം തേടിയത്. മല്ലു ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ IAS ഉദ്യോഗസ്ഥൻ K ഗോപാലകൃഷ്ണനെതിരെ പോലീസിന്റെ പ്രാഥമിക അന്വേഷണം. നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ വിവാദം അന്വേഷിക്കും. കൊല്ലം DCC ജനറൽ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് അന്വേഷണം. ഗോപാലകൃഷ്ണന്റെ പരാതിയിൽ നേരത്തെ പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. മല്ലു ഹിന്ദു വാട്സാപ്പ് ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ സസ്പെൻഷനിലുള്ള IAS ഉദ്യോഗസ്ഥൻ K ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാമെന്ന് ഇന്നലെ നിയമോപദേശം ലഭിച്ചിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നിയമോപദേശം നൽകിയത്. മതപരമായ വിഭാഗീയത ഉണ്ടാക്കാൻ ഗ്രൂപ്പ് തുടങ്ങിയതിൽ കേസെടുക്കാമെന്നാണ് ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ മുഖാന്തരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ നിയമോപദേശത്തിൽ പറയുന്നത്. എന്നാൽ രേഖകൾ മുഴുവൻ പരിശോധിക്കാതെയുള്ള നിയമോപദേശമാണിതെന്നും വ്യക്തത കുറവുണ്ടെന്നുമാണ് പോലീസ് നിലപാട്. അതിനാൽ തന്നെ വീണ്ടും നിയമോപദേശം തേടുമെന്നും പോലീസ് പറയുന്നു. വ്യവസായ വകുപ്പ് ഡയറക്ടർ K ഗോപാലകൃഷ്ണന്റെ സസ്പെൻഷനിലേക്ക് നയിച്ച മല്ലു ഹിന്ദു വാട്സാപ്പ് ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് പുറത്തുവന്നത് മാധ്യമങ്ങളിലൂടെയാണ്. കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലായിരുന്നു ഗോപാലകൃഷ്ണൻ അഡ്മിനായുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കിയത്.
സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഹിന്ദു മതവിഭാഗത്തിലുള്ളവരെ മാത്രം അംഗങ്ങളാക്കിയായിരുന്നു ഗ്രൂപ്പ്. ഫോൺ ഹാക്ക് ചെയ്ത് 11 വാട്സാപ്പ് ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് ചേർത്തു എന്നായിരുന്നു ഗോപാലകൃഷ്ണന്റെ വിശദീകരണം. മതപരമായ വാട്സാപ്പ് ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ കെ ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തിരുന്നെങ്കിലും കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. ഗോപാലകൃഷ്ണൻ മതസ്പർദ്ധ വളർത്തുന്ന സന്ദേശങ്ങളൊന്നും തന്നെ ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് കേസെടുക്കാതിരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച വെളിപ്പെടുത്തലുകൾ നടത്തിയ ആലുവ സ്വദേശിയായ നടി പരാതികളിൽ നിന്ന് പിന്മാറുന്നു. നടനും MLAയുമായ മുകേഷ്, ജയസൂര്യ, ബാലചന്ദ്ര മേനോൻ, ഇടവേള ബാബു തുടങ്ങി ഒട്ടേറെ പേർക്കെതിരെ നടി ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തത്. കേസുകൾ നേരിടുന്ന എല്ലാവരും തന്നെ ഇപ്പോൾ ജാമ്യത്തിലാണ്. അതിനിടെയാണ് താൻ കേസിൽ നിന്ന് പിന്മാറുന്നുവെന്ന് വ്യക്തമാക്കി നടി രംഗത്ത് വന്നിരിക്കുന്നത്. തന്റെ പോരാട്ടത്തിന് സർക്കാർ പിന്തുണ നൽകുന്നില്ല എന്നതാണ് കാരണമായി പറഞ്ഞിരിക്കുന്നത്. തനിക്ക് സർക്കാരിൽ നിന്നും പിന്തുണ കിട്ടിയില്ലെന്നും തനിക്കെതിരെ ചുമത്തിയ പോക്സോ കേസിന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നും ഇവർ ആരോപിക്കുന്നു. മാധ്യമങ്ങളിൽ നിന്ന് പോലും പിന്തുണ കിട്ടാത്തതിനാലാണ് പരാതികൾ പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നും നടി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ. സംസ്ഥാനത്ത് വൻ വിവാദമായി മാറിയ സംഭവത്തിലാണ് നടിയുടെ പിന്മാറ്റം. നടിയുടെ പരാതിയിൽ മുകേഷ് MLA സ്ഥാനം രാജിവെക്കുന്നതിന്റെ അരികിൽ വരെ എത്തിയിരുന്നു. പ്രതിപക്ഷമടക്കം മുകേഷിന്റെ രാജിക്കായി മുറവിളി കൂട്ടുകയും ചെയ്തിരുന്നു. പരാതി ലഭിച്ചവർക്കെതിരെ അന്വേഷണ സംഘം കേസുകളെടുത്തതോടെ എല്ലാവരും തന്നെ ഹൈക്കോടതിയെയും കീഴ്ക്കോടതിയെയും സമീപിച്ച് ജാമ്യമെടുക്കുകയായിരുന്നു. അതിനിടെയാണ് നടിക്കെതിരെ ബന്ധുകൂടിയായ യുവതി ലൈംഗിക ചൂഷണ ആരോപണവുമായി രംഗത്തു വന്നത്. ഈ പരാതിയിൽ നടിക്കെതിരെ പോക്സോ അടക്കം ചുമത്തുകയും ചെയ്തു. ഇതിനിടെ പരാതി ഉന്നയിച്ച ബന്ധുവായ യുവതിയുടെ പേര് വിവരങ്ങളും ചിത്രങ്ങളുമടക്കം നടി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതിനെതിരെയും കേസുണ്ട്. താൻ വെളിപ്പെടുത്തലുകൾ നടത്തുകയും പരാതി നൽകുകയും ചെയ്തിട്ടും സർക്കാർ പിന്തുണയ്ക്കുന്നില്ലെന്നാണ് നടിയുടെ ആരോപണം. തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട പോക്സോ കേസ് കള്ളമാണെന്നറിഞ്ഞിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ലെന്നും അവർ പറയുന്നു. ഈ സാഹചര്യത്തിൽ പരാതികൾ പിൻവലിക്കുന്നതായി അന്വേഷണ സംഘത്തെ രേഖാമൂലം അറിയിക്കുമെന്നാണ് നടി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം നടി പിന്മാറിയാലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ അന്വേഷണം നടത്തി കേസിൽ തീർപ്പാക്കേണ്ടി വരും. ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജ്ജറിന്റെ വധത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബന്ധമുണ്ടെന്ന റിപ്പോർട്ട് നിഷേധിച്ച കനേഡിയൻ സർക്കാർ. റിപ്പോർട്ട് വെറും ഊഹാപോഹമാണെന്നും തെറ്റാണെന്നും കനേഡിയൻ ദേശീയ സുരക്ഷാ ഇന്റലിജൻസ് ഉപദേഷ്ടാവ് നതാലി ജി ഡ്യൂയിൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർക്ക് കാനഡയിൽ നടന്ന കുറ്റകൃത്യങ്ങളുമായി ബന്ധമുണ്ടെന്ന് പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് കനേഡിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. കാനഡയിലെ കുറ്റകൃത്യങ്ങളുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ, സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർക്ക് ബന്ധമുണ്ടെന്ന് കാനഡ സർക്കാർ പറഞ്ഞിട്ടില്ല. അത് കാനഡയുടെ അറിവുള്ള കാര്യവുമല്ല എന്ന് കാനഡ സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യാഴാഴ്ചയാണ് ഹർദീപ് സിംഗ് നിജ്ജറിന്റെ മരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർക്ക് ബന്ധമുണ്ടെന്ന് കനേഡിയൻ മാധ്യമമായ ഗ്ലോബ് ആൻഡ് മെയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇത് തള്ളി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ഉടൻ രംഗത്തെത്തിയിരുന്നു. ഇത്തരം പരിഹാസമായ പ്രസ്താവനകൾ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. മോശമായ പ്രചരണങ്ങൾ ഇന്ത്യ കാനഡ ബന്ധത്തെ കൂടുതൽ വഷളാക്കുകയുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് റിപ്പോർട്ട് കാനഡ നിഷേധിച്ചിരിക്കുന്നത്. കനേഡിയൻ പൗരനായ ഹർദീപ് സിംഗ് നിജ്ജർ 2023 ജൂണിലാണ് വാൻകൂവറിൽ വെച്ച് കൊല്ലപ്പെട്ടത്. ഇതേ തുടർന്ന് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധത്തിനെ ഉലച്ചിൽ നേരിടാൻ ആരംഭിച്ചു. ഇന്ത്യക്കെതിരെ കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപണവുമായി രംഗത്തെത്തിയതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. ഒക്ടോബറിൽ കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജയ് വർമ്മയെയും മറ്റു ചില നയതന്ത്ര ഉദ്യോഗസ്ഥരെയും നിജ്ജറിന്റെ വധത്തിൽ കാനഡ ബന്ധപ്പെടുത്തിയിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കിയതായും കാനഡ സർക്കാർ പറഞ്ഞിരുന്നു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.